സോപ്പ് ആൻഡ് ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റോട് കൂടിയ ഒരു കറിനാരങ്ങ അച്ചാറാണ്. ഓണത്തിനായാലും കല്യാണ സദ്യക്കായാലും കറിനാരങ്ങ അച്ചാർ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായി വേഗത്തിൽ തന്നെ ഒരു കറിനാരങ്ങ അച്ചാർ വളരെ ടേസ്റ്റോടുകൂടെ നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം. മാത്രമല്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുകയും വേണം. വളരെ ടേസ്റ്റോടുകൂടെ ഈ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായി കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി എന്നും നമ്മൾ പറയാറുണ്ട്. ഇത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതൊരല്പം കയ്പായതുകൊണ്ടാണ് ഇതിൻ്റെ പുറം തൊലിയൊന്ന് മാറ്റിയത്. എല്ലാ നാരങ്ങയും അങ്ങനെ ചെയ്യണം എന്നില്ല. ഇനി വീണ്ടും ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ദാ ഈ കാണിച്ചിരിക്കുന്നത് പോലെ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ചേർക്കാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത നാരങ്ങയെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 3 സ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇത് രാത്രി കട്ട് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ അച്ചാർ തയ്യാറാക്കാൻ ആവശ്യമായത് 10-15 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇനി വേണ്ടത് ഉലുവയാണ്. ഉലുവ നമ്മൾ എടുക്കുമ്പോൾ ഫ്രഷായി തന്നെ എടുക്കുക. അപ്പം തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ല മണം ഉണ്ടായിരിക്കും. പൊടിപ്പിച്ച് വെച്ചതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. നമുക്കിതിനെ വറുത്തെടുക്കാം. ഉലുവ വറുത്തെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കരിഞ്ഞു പോകരുത്. ഇത് ചെറുതായിട്ടൊന്ന് ചുമന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിനെ തീയൊന്ന് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നാരങ്ങ തയ്യാറാക്കാനായി പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 100 ഗ്രാം നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇവ രണ്ടും ചേർത്തതിന് ശേഷം നമ്മൾ ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായി ഒന്ന് കട്ട് ചെയ്ത് ഇടണം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും 1 മിനിറ്റ് വരെ നമുക്ക് ഈ ചൂടായ എണ്ണയിലൊന്ന് വഴട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് 4 പച്ചമുളക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചെയ്താൽ മതിയാകും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചുമന്ന് കിട്ടുന്നത് വരെ നമുക്ക് വഴട്ടിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. ഏകദേശം ദാ ഈ കാണുന്നത് പോലെ മതിയാകും. ഇനി നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ കൂടെ ചേർത്ത് ഇതിന് നല്ലതുപോലെ നമുക്കൊന്ന് വഴട്ടിയെടുക്കണം. ഏകദേശം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ ഈ നാരങ്ങ എണ്ണയിലിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇതിൽ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. തീ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാരങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പൊടിച്ച കായമാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനെ നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം ഇനി ചേർക്കേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഉലുവ ഞാൻ നേരത്തെ കാണിച്ച ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇത് കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കായവും ഉലുവയും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറിന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ നിറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 സ്പൂണും എരിവുള്ള മുളക് പൊടി 1 സ്പൂണ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ നല്ലതുപോലെ വീണ്ടും തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ നാരങ്ങ അച്ചാർ ചെയ്താൽ 1-2 ആഴ്ച വരെ ബോട്ടിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു കയ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്കൊരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായി ചേർക്കുന്നത് 3 സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഒരല്പം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. കറിനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു നാരങ്ങ അച്ചാർ പല രീതിയിൽ ഡിഫറെൻ്റ് ടേസ്റ്റോടുകൂടെ പലരും തയ്യാറാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റോടുകൂടിയാണ് ഇന്നത്തെ ഈ കറിനാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്കൊരു 2 ആഴ്ച വരെ ബോട്ടിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഓണസദ്യക്കൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാരങ്ങ അച്ചാറാണത്. നമുക്കിത് ഒഴിവാക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഇത് നിങ്ങൾ ചെയ്യുകയും വേണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.